വി.ഡി. സതീശൻ മിടുക്കനാണ്. മിടുക്കനല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഒക്കത്തില്ലല്ലോ. ഓരോരുത്തരുടെയും മിടുക്കനെ നമ്മൾ അംഗീകരിക്കണം. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്. ഞാനെന്നല്ല, കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കണം. ഇപ്പോൾ സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്തി ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിക്കുകയാണ്. ഈ പ്രസ്താവനകൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെയോ അനുഭാവിയുടെയോ സതീശൻ്റെ ആരാധകൻ്റേതോ ആണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഇത് പറഞ്ഞിരിക്കുന്നത് വി.ഡി. സതീശൻ്റെ ഏറ്റവും വലിയ ശത്രുവായ വെള്ളാപ്പള്ളി നടേശനാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വെള്ളാപ്പള്ളി സതീശനെ വാനോളം പുകഴ്ത്തിയത്. വി.ഡി. സതീശൻ്റെ തുടക്കം നന്നായിട്ടുണ്ട്. വി.ഡി. സതീശൻ്റെ അഭിപ്രായത്തോട് താൻ യോജിപ്പും വിയോജിപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മിടുക്കനാണ്. തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ വിജയമാണ് നേടിയത്. ഇത് തുടക്കമേ ആയിട്ടുള്ളൂ. 1 മാസം പോലും ആയിട്ടില്ല. പക്ഷേ തുടക്കം നന്നായി. സ്ഥാനാർത്ഥി നിർണയത്തിലും മന്ത്രിമാരെ തിരഞ്ഞെടുത്തതിലുമൊക്കെ അവർ ബാലൻസിംഗ് കാണിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ അവസരം ലഭിക്കാതിരുന്നവർക്ക് അവസരം ലഭിച്ചു. ജയിച്ച ഉടനെ മന്ത്രിയായവരും ഉണ്ട്. ഇങ്ങനെ കോൺഗ്രസിനെ കലവറയില്ലാതെ പുകഴ്ത്തുന്നുണ്ട് അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി. തൻ്റെ ജീവിതകാലത്ത് മുൻപൊരിക്കലും വെള്ളാപ്പള്ളി വി.ഡി. സതീശനെ കുറിച്ച് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരനും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതൃപദവിയിലിരിക്കുന്ന ഒരു നേതാവും നേരിട്ടിട്ടില്ലാത്ത അധിക്ഷേപങ്ങളാണ് സതീശനെതിരെ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങേയറ്റം മോശമായ ഭാഷയിലാണ് സതീശനെ വെള്ളാപ്പള്ളി വിമർശിച്ചത്. ഇതുപോലൊരു പരമപന്നനെ താൻ കണ്ടിട്ടില്ല. സതീശൻ ഈഴവ വിരോധിയാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി കേരള രാഷ്ട്രീയത്തിലെ ബഫൂൺ എന്നാണ് വി.ഡിയെ വിശേഷിപ്പിച്ചത്. മാത്രവുമല്ല, ഊളംപാറയിൽ കൊണ്ട് ചികിത്സിക്കണമെന്ന് പോലും പറഞ്ഞു. അന്നും സതീശൻ തെറ്റായ ഒരു പ്രയോഗവും തിരിച്ചു നടത്തിയില്ല. തന്നെ വ്യക്തിപരമായി പറയുന്നത് കാര്യമാക്കുന്നില്ലെന്നും എന്നാൽ ആര് വർഗീയത പറഞ്ഞാലും മുഖം നോക്കാതെ എതിർക്കുമെന്നുമായിരുന്നു സതീശൻ്റെ മറുപടി. UDF 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന സതീശൻ്റെ അന്നത്തെ അവകാശവാദത്തെ വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമോ എന്ന് ചോദിച്ചാണ്. അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്താണ് വി.ഡി. UDFനെ നയിച്ചതും 102 സീറ്റ് എന്ന തിളക്കമാർന്ന വിജയത്തിലേക്ക് നയിച്ചതും. UDF അധികാരത്തിൽ വരില്ലെന്നും പിണറായിക്ക് തുടർഭരണം ലഭിക്കുമെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. അവിടെയും വെള്ളാപ്പള്ളി തോറ്റു. ഇപ്പോൾ അന്ന് അധിക്ഷേപിച്ച അതേ നാവുകൊണ്ട് തന്നെ സതീശനെ പ്രകീർത്തിക്കുന്ന വെള്ളാപ്പള്ളിയെയാണ് നാം കാണുന്നത്. അതാണ് വി.ഡി. സതീശൻ്റെ വിസ്മയം. തന്നെ എഴുതിത്തള്ളിയവരെ കൊണ്ട് തന്നെ തനിക്ക് ജയ് വിളിപ്പിക്കുന്ന മാസ് നീക്കം. എന്തായാലും വെള്ളാപ്പള്ളിയുടെ ഈ സതീശൻ വാഴ്ത്തിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നത് കാണാതിരുന്നുകൂടാ. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ വെള്ളാപ്പള്ളി പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണം ഊർജിതമായിട്ടുണ്ട്. കൂടാതെ SNDP യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയായിരുന്ന KK മഹേശന്റെ ആത്മഹത്യയിലും അന്വേഷണ നടപടികൾ തുടങ്ങി. ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ മറ്റൊരു ആജന്മ ശത്രുവായ VM സുധീരനാണ്. മഹേശന്റെ മരണത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷവും പിണറായിയെ മണിയടിച്ചും വാഴ്ത്തുപാട്ടുപാടിയും കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു നടക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. അതാണ് പിണറായി തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതും. ഇപ്പോൾ ഭരണം മാറിയപ്പോൾ ആ കേസുകളിൽ നടപടി തുടങ്ങിയപ്പോൾ ഇത്രയും നാൾ തെറിവിളിച്ച് നടന്ന സതീശനെ സ്തുതിച്ച് കാര്യം കാണാനുള്ള തന്ത്രമാണ് വെള്ളാപ്പള്ളിയുടേതെന്നതിൽ സംശയമില്ല.